നമസ്കാരം. പ്രധാന വാർത്തകൾ. ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആശിർ നന്ദയുടെ ആത്മഹത്യ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ബാലനീതി പ്രകാരമുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്താൻ പോലീസുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകുമെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ. കമ്മീഷൻ ആശിർ നന്ദയുടെ വീട്ടിലും സ്കൂളിലും എത്തി വിവരങ്ങൾ ആരാഞ്ഞു. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറത്തെ റോഡ് തകർച്ചയും ഗതാഗതക്കുരുക്കും റോഡ് പൂർണ്ണമായും അടച്ചിട്ട് ഇന്റർലോക്ക് പതിക്കുന്ന പ്രവൃത്തികൾ ഈ ഞായറാഴ്ച തുടങ്ങും. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ പ്രശ്നം ചർച്ച ചെയ്യാൻ യോഗം ചേർന്നു. ഇതുവഴിയുള്ള അനിശ്ചിതകാല ബസ് സമരം പിൻവലിച്ചതായി യൂണിയൻ നേതാക്കൾ. വാഹനാപകടങ്ങളിൽ നിരവധി പേർ മരിച്ച മണ്ണാർക്കാട് കരിമ്പ പനയമ്പാടം റോഡ് നിർമ്മാണത്തിലെ അപാകത VK ശ്രീകണ്ഠൻ MP മലപ്പുറത്ത് പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഡ്രൈനേജ് നിർമ്മിക്കണമെന്നും റോഡിലെ മിനുസം ഒഴിവാക്കുന്ന പ്രവൃത്തി ഉടൻ ആരംഭിക്കണമെന്നും MP. ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി പാതയുടെ തകർച്ച, സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. തകർച്ച പരിഹരിച്ചില്ലെങ്കിൽ ജൂലൈ 7 മുതൽ റൂട്ടിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് സംയുക്ത സംഘടനാ നേതാക്കൾ. കുമരംപുത്തൂർ പഞ്ചായത്തിന്റെ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നത് ഉദ്യോഗസ്ഥർ. പ്രസിഡന്റിന്റെ സഞ്ചാരം ഓട്ടോറിക്ഷയിൽ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി 3 ദിവസം മാത്രമേ വാഹനം ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് സെക്രട്ടറി. പെരിന്തൽമണ്ണ തേക്കിൻകോട് മൈതാനം നവീകരിക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ. മന്ത്രി മൈതാനം സന്ദർശിച്ചു. 1 കോടി രൂപ ചെലവിലാണ് മൈതാനം നവീകരിക്കുക. വിശദമായ വാർത്തകളിലേക്ക്. 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആശിർ നന്ദയുടെ മരണം ബാലനീതി പ്രകാരമുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്താൻ പോലീസുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകുമെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ. ആശിർ നന്ദയുടെ വീട്ടിലെത്തി മാതാപിതാക്കളെ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ സന്ദർശിച്ചു. സ്കൂളിൽ നിന്നും കുട്ടിക്കുണ്ടായ മോശമായ അനുഭവങ്ങൾ രക്ഷിതാക്കൾ വിവരിച്ചു. കുട്ടി മരിച്ചതിനു ശേഷവും സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും മനുഷ്യത്വപരമായ സമീപനം ഉണ്ടായിട്ടില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കമ്മീഷനെ ധരിപ്പിച്ചു. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ വെള്ളിയാഴ്ച രാവിലെയാണ് ആശിർ നന്ദയുടെ വീട്ടിലെത്തി മാതാപിതാക്കളെ സന്ദർശിച്ചത്. ജില്ലാ ബാലാവകാശ കമ്മീഷൻ അംഗം KK ഷാജു, പാലക്കാട് പ്രൊട്ടക്ഷൻ ഓഫീസർ ലിജ രാജ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം, ജനപ്രതിനിധികളായ തങ്കം മഞ്ചാടിക്കൽ, PT സഫിയ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. അധ്യാപകരിൽ നിന്നും ആശിർ നന്ദയ്ക്ക് നേരിടേണ്ടി വന്നതും സ്കൂൾ അധികൃതരിൽ നിന്നും തങ്ങൾക്കുണ്ടായ മോശമായ അനുഭവങ്ങളും കമ്മീഷനോട് രക്ഷിതാക്കൾ വിവരിച്ചു. കുട്ടി മരിച്ചതിന് ശേഷവും സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും മനുഷ്യത്വപരമായ സമീപനം ഉണ്ടായിട്ടില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീമും കമ്മീഷനെ ധരിപ്പിച്ചു. ഓൺലൈൻ വഴി നൽകിയ പരാതി കൂടാതെ ബാലാവകാശ സംരക്ഷണ കമ്മീഷനോട് അന്വേഷണം ആവശ്യപ്പെട്ട് ചെയർപേഴ്സൺ KV മനോജിന് ആശിർ നന്ദയുടെ പിതാവ് പ്രശാന്ത് നേരിട്ട് പരാതി കൈമാറി. ഗൗരവത്തോടെ വിഷയം കാണും, കൃത്യമായ ഇടപെടൽ നടത്തും, ബാലനീതി പ്രകാരമുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്താൻ പോലീസുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകുമെന്നും ചെയർപേഴ്സൺ KV മനോജ് കുമാർ പറഞ്ഞു. സ്വാഭാവികമായ ഒരു നടപടി എന്നുള്ള നിലയിൽ ഒരു CBSE സ്കൂളിനകത്തുള്ള ഒരാളെ അവിടെ നിന്ന് മാറ്റി നിർത്തിയാൽ അതിനെക്കൊണ്ട് മറ്റൊരു കാര്യമില്ല. പക്ഷേ കൃത്യമായ നിയമപരമായ നടപടികൾ അവർക്കെതിരെ ഉണ്ടാവണം. അത് കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇന്ന് ആ കാര്യങ്ങളിലടക്കം കമ്മീഷന്റെ നിരീക്ഷണം ഉണ്ടാവും. സമാന സ്വഭാവമായ കാര്യങ്ങൾ പല സ്കൂളുകളിലും നടക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വിഷയം വന്നപ്പോഴാണ് പലയിടത്തും സോഷ്യൽ മീഡിയയിലെ കമന്റുകളൊക്കെ വരുന്നത്. അപ്പോൾ ജനറലായിട്ടൊരു അന്വേഷണം കമ്മീഷന്റെ ഭാഗത്തുണ്ടാവും. തീർച്ചയായും ഈ കാര്യങ്ങളിലൊക്കെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, അതാണ് ഞാൻ പറഞ്ഞത്, കമ്മീഷന് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരം സ്കൂളുകൾ സംബന്ധിച്ചുള്ള പരാതികൾ ലഭ്യമാവുന്നുണ്ട്. അവിടങ്ങളിലൊക്കെ കുട്ടികളുടെ അവകാശ ലംഘനങ്ങൾ വല്ലാത്ത നിലയിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്ന ഇത്തരം CBSE ബേസ്ഡ് സ്കൂളുകളിൽ അത് പരിശോധിക്കുക തന്നെ ചെയ്യും. അതിൽ ഞാൻ അതാണ് പറഞ്ഞത്, ഈ അവിടങ്ങളിലൊക്കെ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായതും ആയിട്ടുള്ള നിയമനിർമ്മാണം അവിടെ ഉണ്ടാവണം. കുട്ടികളെ അനാവശ്യമായിട്ട് കുട്ടികളെ ടോർച്ചർ ചെയ്യുന്ന അവസ്ഥ ഇത്തരം സ്കൂളുകളിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മുടെ രക്ഷിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരം സ്കൂളുകളിലേക്ക് കുട്ടികളെ പറഞ്ഞു വിടണോ വേണ്ടിയോ എന്നുള്ളത് രക്ഷിതാക്കൾ കൂടെ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അവർക്ക് വെറും പഠനം മാത്രം എന്ന് പറഞ്ഞാൽ അവരെ ട്രെയിനിങ്, സർക്കസിലുള്ള പോലെ ട്രെയിനിങ് കൊടുത്ത് പഠിപ്പിക്കുന്ന രീതിക്കും അപ്പുറത്ത് കുട്ടികൾക്ക് കുറച്ചുകൂടെ സന്തോഷകരമായ ഒരു സാഹചര്യമുള്ള സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്നത് ഉചിതമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ 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 JJ ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ കൂടെ ഇതിനകത്ത് ചേർക്കാൻ പറ്റുമോ എന്നുള്ള പോലീസുമായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ ആവശ്യമായ നിർദ്ദേശങ്ങൾ പോലീസിനും നൽകും.
തീർച്ചയായും അതിപ്പോൾ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ആ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കുട്ടികളെ അവിടെ മാനസിക സംഘർഷങ്ങളുള്ള കുട്ടികളെ പ്രത്യേകിച്ച് അവർക്ക് കൗൺസിലിംഗ് നൽകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൂടെ കമ്മീഷൻ ഏതായാലും ഈ കാര്യത്തിൽ ഇടപെട്ട സ്ഥിതിക്ക് ഈ കാര്യങ്ങൾ തുടർ നടപടികൾ കമ്മീഷൻ പരിശോധിക്കും. സ്കൂളിന്റെ കാരണത്താൽ ഉണ്ടായ സമാനമായ മരണങ്ങൾ കമ്മീഷനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യനില മനസ്സിലാക്കാനുള്ള കൗൺസിലിംഗ് ഉൾപ്പെടെ നടത്താനും കമ്മീഷനെ അറിയിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം അറിയിച്ചു. നേരത്തെ കുട്ടിയുടെ കയ്യിൽ നിന്ന് 8ാം ക്ലാസ്സിലേക്ക് തരം താഴ്ത്തിയിരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമ്മതമാണ് എന്ന് എഴുതി വാങ്ങിച്ച ഒരു കത്ത് അവരുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ ആ ഫോണിൽ കാണുന്നില്ല. അവരറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധയിലോ അത് ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് രക്ഷിതാക്കൾ പറയുന്നത്. എന്നാൽ അവർക്ക് എഴുതാൻ വേണ്ടി കൊടുത്ത മോഡൽ കത്ത് സ്വാഭാവികമായിട്ട് ആ ഫോണിൽ നിലവിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൂടെ കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആ ഫോണിൽ കൃത്രിമം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കണം എന്ന് കമ്മീഷൻ മുമ്പിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ആത്മഹത്യാക്കുറിപ്പ് എന്ന പോലെ എഴുതി വെച്ച ഒരു സംഭവം പോലീസിൻ്റെ കസ്റ്റഡിയിൽ നിലവിലുണ്ട് എന്നാണ് അറിയുന്നത്. അക്കാര്യം കൂടി കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ആശിർ നന്ദയുടെ വീട്ടിൽ നിന്നും സ്കൂളിലേക്കാണ് ബാലാവകാശ കമ്മീഷൻ പോയത്. ആത്മഹത്യ ചെയ്ത ആശിർ നന്ദ പഠിച്ച ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളും ബാലാവകാശ കമ്മീഷൻ സന്ദർശിച്ചു. സ്കൂൾ മാനേജ്മെന്റുമായും അന്വേഷണ ഉദ്യോഗസ്ഥരുമായും കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ ചർച്ച നടത്തി. സംഭവത്തിൽ സ്വമേധയാ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. ആശിർ നന്ദയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷമാണ് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ, കമ്മീഷൻ അംഗം KK ഷാജു എന്നിവർ കുട്ടി പഠിച്ച ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെത്തിയത്. സ്കൂൾ മാനേജ്മെന്റുമായും അന്വേഷണ ഉദ്യോഗസ്ഥരുമായും കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ ചർച്ച നടത്തി. ഏറെ ഗൗരവമുള്ള വിഷയമെന്ന രീതിയിൽ കുട്ടികളുടെ സന്തോഷം ഹനിക്കാത്ത തരത്തിൽ അവരുടെ അവകാശങ്ങൾ നിലനിർത്തിക്കൊണ്ട് അവരെ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ നടപടികൾ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. മരണമടഞ്ഞ ആശിർ നന്ദയുടെ കൂടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾക്ക് ശരിയായ രീതിയിൽ കൗൺസിലിംഗ് നൽകണമെന്നും അതോടൊപ്പം ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന് തിങ്കളാഴ്ച മുതൽ തന്നെ കുട്ടികൾക്ക് കൗൺസിലിംഗ് ആരംഭിക്കുവാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ പറഞ്ഞു. പോലീസുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഇക്കാര്യത്തിൽ കൃത്യമായ നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും അതിൽ കമ്മീഷൻ്റെ തുടർ നിരീക്ഷണം ഉണ്ടാകുമെന്നും പറഞ്ഞു. പോലീസിനോടും ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിനോടും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൃത്യമായ നിർദ്ദേശങ്ങൾ കുട്ടികളുടെ സന്തോഷം ഹനിക്കാത്ത രീതിയിൽ അവരുടെ അവകാശങ്ങൾ നിലനിർത്തിക്കൊണ്ട് നല്ല നിലയിൽ ഗൈഡ് ചെയ്യാൻ ആവശ്യമായ നടപടികൾ സ്കൂളിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാവണം. പ്രത്യേകിച്ച് ആ കുട്ടിയുടെ ക്ലാസ്മേറ്റ്സിന് ഇപ്പം ബസ്സിൽ സഞ്ചരിക്കുന്ന കുട്ടികൾക്കും ശരിയായ രീതിയിലുള്ള കൗൺസിലിംഗ് നൽകാനും കുട്ടികളെ ട്രോമയിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള നടപടികളും സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച മുതൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിൻ്റെ ഭാഗമായിട്ടും കുട്ടികൾക്കുള്ള കൗൺസിലിംഗ് ഉണ്ടാകും. പോലീസിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ടും ഇപ്പോഴും മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. കൃത്യമായ നടപടികൾ ഈ കാര്യത്തിൽ ഉണ്ടാവണമെന്നും ഒരു വിട്ടുവീഴ്ചയും ഈ കാര്യത്തിൽ ഉണ്ടാവരുത് എന്നുമുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ കമ്മീഷൻ്റെ തുടർ നിരീക്ഷണവും ഉണ്ടാകും. സ്കൂൾ അധികൃതരോട് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. പോലീസോടും ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിനോടും സ്കൂൾ അധികൃതരോടും വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. രാവിലെ കുട്ടിയുടെ വീട് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടിയുടെ വീട് സന്ദർശിച്ചിരുന്നു. രക്ഷിതാക്കളെയും അവിടുത്തെ നാട്ടുകാരും പഞ്ചായത്ത് പ്രസിഡന്റും അടങ്ങിയ വലിയൊരു ജനാവലി അവിടെ ഉണ്ടായിരുന്നു. അവരുടെ ഭാഗം കേൾക്കുകയുണ്ടായി. വളരെ ഗൗരവമുള്ള ഒരു വിഷയമായിട്ട് തന്നെയാണ് കമ്മീഷൻ ഇതിനോട് സമീപിക്കുന്നത്. ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ 9ാം ക്ലാസ്സുകാരിയുടെ ആത്മഹത്യ ആരോപണ വിധേയരായ അധ്യാപകർക്കെതിരെ ശക്തമായ നിയമ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ABVP ശ്രീകൃഷ്ണപുരം ചന്തപുരയിൽ റോഡ് ഉപരോധിച്ചു.
ഈ ഒരു സംഭവം മാത്രമല്ല, നമ്മുടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ ഒരു പരിപാടി മാത്രമല്ല, ഒരുപാട് മാത്രമല്ല, ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിൻ്റെ പൊതുവ് വളരെ നിരക്ക് നമ്മുടെ സംവിധാനം പാലക്കാട് ജില്ലയിൽ ഉണ്ടായിരുന്ന ഓഫീസർ ഒരുപാട് നിരവധിയുള്ള പ്രശ്നങ്ങൾ സംഭവങ്ങളായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഒറ്റപ്പെട്ട സംഭവങ്ങൾ നമ്മൾ കേൾക്കാത്തതുകൊണ്ടാണ് ഈ സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചാവുന്നത്. അത് വളരെ ഗൗരവത്തോട് സമീപിക്കാൻ കുറച്ച് പ്രത്യേകം ഞങ്ങളുടെ നിരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഗ്രൗണ്ട് ലെവലിൽ നേരിട്ട് പരാതി കൊടുക്കാൻ നിങ്ങൾ റെഡിയാണ്. അപ്പോൾ നിങ്ങളും കൂടെ അതിൻ്റെ കൂടെ ചേർന്ന് പരാതികൾ നമുക്ക് അതിനെതിരെ ശക്തമായിട്ട് നടപടി എടുക്കണം. അല്ലാതെ അതിനെ പുറത്താക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നടപടി ഉണ്ടാവും. ഞങ്ങൾ അതിനെക്കുറിച്ച് പരിശോധിക്കുന്നു. പിന്നെ ഇവിടുത്തെ NOC പുനഃപരിശോധന വേണം. അത് ഇല്ലെങ്കിൽ ഇവിടെ വേറെ സ്കൂളുകളുണ്ട്. ഈ ഒരു സ്കൂൾ മാത്രമല്ല, വേറെ സ്കൂളുകളുണ്ട്. കൂട്ടിക്കാണെങ്കിൽ കൂട്ടിക്കണം. വേറെ ഇത്രയും പേർക്ക് വേറെ സംവിധാനം നമ്മൾ വിളിക്കണം. ഒരു വിഷയം മാത്രമല്ല, ഇവിടെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും മനസ്സിൽ പേടിയുണ്ട്. ടീച്ചർമാരെ പേടിപ്പിക്കുന്നുള്ളത് അല്ലേ? അവർ മെൻ്റലി അവർ ഹറാസ് ചെയ്യാണ്. ഫിസിക്കലി ഹറാസ് ചെയ്യില്ല, മെൻ്റലി അറിയാം. അപ്പോൾ പിള്ളേർക്ക് പേടിയുണ്ടാവും. പുറത്ത് പറയാൻ പഠിക്കും സമയം കൊടുത്താൽ. നിങ്ങളുടെ സംഘടനയും ഞങ്ങൾ ഒരു ദിവസം പരാതിയായിട്ട് തെളിവുകൾ വെച്ച് വന്നാൽ കുട്ടികളുടെ ഓൺലൈൻ കംപ്ലൈൻറ്റ് മാനേജ്മെന്റ് സിസ്റ്റം സ്കൂളിന്റെ NOC പുനഃപരിശോധിക്കണമെന്നും ഇത്രയും ഗൗരവമായ പ്രതിഷേധങ്ങൾ നടന്നിട്ടും വിദ്യാഭ്യാസ മന്ത്രിയുടെയോ മന്ത്രിസഭയുടെയോ ഭാഗത്തു നിന്നും ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ലെന്നും ABVP നേതൃത്വം കുറ്റപ്പെടുത്തി. 2-3 അധ്യാപകരെ പുറത്താക്കി ജനങ്ങളുടെ കണ്ണിൽ പൊടിവാരിയിട്ട് വീണ്ടും സ്കൂൾ തുറന്ന് പ്രവർത്തനം ആരംഭിക്കാമെന്ന വിചാരം ABVP അനുവദിച്ചു തരില്ലെന്നും സ്കൂളിൽ മുമ്പ് ഇത്തരത്തിൽ ഉണ്ടായിട്ടുള്ള പരാതികളും അതിൻ്റെ തെളിവുകളും ശേഖരിച്ചു വരികയാണെന്നും അതിനുശേഷം സ്കൂളിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്നും ABVP ജില്ലാ സെക്രട്ടറി TK കൈലാസ്, ജില്ലാ സമിതി അംഗം വിഘ്നേഷ് എന്നിവർ പറഞ്ഞു. റോഡ് ഉപരോധം നമ്മൾ ഉദ്ദേശിച്ചത് ഇവിടുത്തെ ഏകദാനം ടീച്ചർമാരെ പുറത്താക്കുക എന്നുള്ളത് മാത്രമല്ല, ടീച്ചർമാർക്കെതിരെ ശക്തമായ നടപടി എടുക്കുക, അവർക്കെതിരെ നിയമ നടപടി എടുത്തുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിയമ നടപടി പോലീസ് ഏത് ദിവസം എന്നാ എടുക്കുന്നു അതുവരെ ഞങ്ങൾ പ്രതിഷേധമായി മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ NOC റദ്ദാക്കണം സ്കൂളിൻ്റെ. കാരണം ഈ സ്കൂൾ ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രശ്നങ്ങളല്ല. ഒരുപാട് കാലങ്ങളായി ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ മാനസികപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുക. ആ പ്രശ്നങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടാണ് ABVP ഇങ്ങനത്തെ ഒരു തെരുവിലിറങ്ങിക്കൊണ്ട് പ്രതിഷേധം സംഘടിപ്പിച്ചത്. NOC റദ്ദാക്കലും അതുപോലെ തന്നെ അവർക്കെതിരെ നിയമ നടപടി എടുക്കുകയാണ് ABVPയുടെ ആവശ്യം. തന്നെയാണ് തയ്യാറാവുന്നത്. ടീച്ചർമാരെ പുറത്താക്കുക എന്ന് മാത്രമല്ല, അധ്യാപകരെ അറസ്റ്റ് ചെയ്യണം. കുറ്റക്കാരായ അധ്യാപകരെ അറസ്റ്റ് ചെയ്ത് നേരിൽ കൊണ്ടുവരണം. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മികച്ച നിലവാരത്തിൽ കൊണ്ട് മാത്രമാണ് ഇതുപോലുള്ള കഴുത്തറക്കുന്ന മാനേജ്മെൻറ്റുകളിൽ വിദ്യാർത്ഥികളെ രക്ഷിതാക്കൾ വന്ന് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മികച്ചതാക്കാനുള്ള ഇടയ്ക്ക് ABVP ഒരു തെരുവിൽ സമരം നടത്തി, PM ശ്രീ എന്ന സമരം. എന്തിനായിരുന്നു? കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും വിദ്യാലയങ്ങളെയും അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തിക്കാനുള്ള PM ശ്രീ സ്കീമിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഒപ്പുവെച്ചിട്ടില്ല. 60% കേന്ദ്രവും 40% കേരളവും മാത്രം എടുത്തുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മികച്ചതാക്കാനുള്ള ഒരു പദ്ധതിയാണ് മന്ത്രി നിഷേധിച്ചത്. ഇതുപോലുള്ള നിഷേധങ്ങളാണ് കേരളത്തിലെ പ്രൈവറ്റ് മാനേജ്മെൻറ്റ് വിദ്യാലയങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നതും ഇതുപോലുള്ള വിദ്യാർത്ഥികൾ അതിനിരയാവുന്നതും. അതുകൊണ്ട് സംസ്ഥാന സമിതി അംഗം P നിതിൻ, ചെറുപ്പശ്ശേരി നഗർ പ്രസിഡന്റ് K അജിത്ത്, ജില്ലാ കമ്മിറ്റി അംഗം ശ്രീശാന്ത്, MR അർജുൻ, PG അജീഷ് എന്നിവർ ഉപരോധത്തിന് നേതൃത്വം നൽകി. തുടർന്ന് ബാലാവകാശ കമ്മീഷനെ കാണുകയും പരാതി പറയുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ ഔദ്യോഗികമായി പരാതി നൽകുമെന്ന് നേതാക്കൾ പറഞ്ഞു. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറത്ത് റോഡിലെ കുഴികൾ അടയ്ക്കുന്നതിന് റോഡ് പൂർണ്ണമായും അടച്ചിട്ട് ഇന്റർലോക്ക് കട്ടകൾ പതിപ്പിക്കുന്ന പ്രവൃത്തികൾ ജൂൺ 29 ഞായറാഴ്ച ആരംഭിക്കും. മലപ്പുറത്ത് ജില്ലാ കളക്ടർ BR വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് തീരുമാനമെടുത്തത്. ഒരാഴ്ച കൊണ്ട് പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാണ് തീരുമാനം. അങ്ങാടിപ്പുറത്ത് ഗതാഗതക്കുരുക്ക് കൂടുതൽ രൂക്ഷമായ സാഹചര്യത്തിലാണ് മലപ്പുറം കളക്ടറേറ്റിൽ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം നടന്നത്. പ്രശ്നത്തിൽ ഗൗരവമായി ഇടപെടണമെന്ന് മഞ്ഞളാംകുഴി അലി MLA ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു യോഗം ചേർന്നത്. കളക്ടർ BR വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളും നിർദ്ദേശങ്ങളും ചർച്ച ചെയ്തു. മഞ്ഞളാംകുഴി അലി MLA, നജീബ് കാന്തപുരം MLA, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E സൈദ, വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ തുടങ്ങിയ ജനപ്രതിനിധികളും ADM NM മെഹ്റലി, തഹസിൽദാർ A വേണുഗോപാൽ, DYSP A പ്രേംജിത്ത്, റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ B ഷഫീഖ് എന്നിവരും പൊതുമരാമത്ത് വകുപ്പ്, ദേശീയപാത RBDC തുടങ്ങിയ വകുപ്പുതല ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. അങ്ങാടിപ്പുറം മേൽപ്പാലം പരിസരത്തെ റോഡിൽ സ്ഥിരമായി രൂപപ്പെടുന്ന കുണ്ടും കുഴികളും ഇപ്പോഴത്തെ ഗതാഗതക്കുരുക്കിന് പ്രധാന കാരണമാണ്. ഈ പ്രശ്നത്തിന് സ്ഥിരം പരിഹാരമായി ഈ ഭാഗത്ത് ഇന്റർലോക്ക് കട്ടകൾ പതിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. വലിയ കുഴികളുള്ള 60 മീറ്റർ വരുന്ന ഭാഗത്താണ് കട്ടകൾ പതിപ്പിക്കുക. ഇന്റർലോക്ക് കട്ടകൾ പതിക്കുന്ന പ്രവൃത്തിക്ക് മാസങ്ങൾക്ക് മുമ്പ് ഫണ്ട് അനുവദിച്ചതാണ്.
ടെൻഡർ നടപടികളും പൂർത്തിയായിട്ടുണ്ട്. പ്രവൃത്തി ഏറ്റെടുത്ത കരാറുകാരും യോഗത്തിൽ പങ്കെടുത്തു. ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് ഈ പ്രവൃത്തികൾ പൂർത്തീകരിക്കുക. ഒരാഴ്ച സമയം കൊണ്ട് പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മഞ്ഞളാംകുഴി അലി MLA പറഞ്ഞു. ഞായറാഴ്ച രാവിലെ മുതൽ നമ്മുടെ ഈ NH താൽക്കാലികമായിട്ട് അടച്ചു. ഒരാഴ്ചക്കകം അവിടെ ആ താഴത്തുള്ള നമ്മുടെ ബ്ലോക്ക് പിരിക്കും. അതിനുശേഷം അതുപോലെ തന്നെ അതിലുള്ള ഇടയിലുള്ള കുഴികൾ അതുപോലെ തന്നെയൊക്കെ അടക്കും. അങ്ങാടിപ്പുറം മുതൽ ഈ ഇതുവരെയുള്ള കുഴികളാണ്. ഇതാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ട്രാഫിക്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് എല്ലാ ആൾക്കാരും പല വിധത്തിലുള്ള പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്, പല നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട്. അത് ശരിയാകാൻ വേണ്ടിയിട്ട് DYSPയും അതുപോലെ തന്നെ RTO ഏറ്റെടുത്തിട്ടുണ്ട്. അവർ ചർച്ച ചെയ്ത് എന്തൊക്കെയാണല്ലോ സജഷൻ കളക്ടർക്ക് കൊടുത്തിട്ട് തീരുമാനിക്കും. ഇപ്പോഴുള്ള പ്രധാന പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അത് നല്ല രീതിയിൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എങ്ങനെയൊക്കെ തീർക്കാൻ പറ്റും മറുപടിയായിരിക്കും. ഇതാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുകയാണ്. അപ്പോൾ അത് വളരെ ഗൗരവമായിട്ട് തന്നെ എടുത്ത് ഇപ്പോൾ മങ്കട നിയോജകമണ്ഡലത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന എല്ലാ സ്ഥലത്തും വളരെ കൃത്യമായിട്ട് MLA അതിന് മുൻകൈ എടുത്തുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ട്രാഫിക്കിൻ്റെ ഇപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് വലിയ കുഴി രൂപപ്പെട്ടതാണ്. അതിന് അലി സാഹിബിൻ്റെ MLA ഫണ്ടിൽ നിന്ന് തന്നെ തുക അനുവദിച്ചുകൊണ്ട് ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടെ കുറേ പരിഹാരങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം ഈ യോഗത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ വെച്ചൊരു കാര്യം, കൃത്യമായ ഒരു ആസൂത്രണവും ഒരു പദ്ധതിയും ആവിഷ്കരിച്ചാൽ നമുക്ക് ഈ വാഹനങ്ങളുടെ ഫ്ലോ കൃത്യമായിട്ട് ആ ഒഴുക്ക് നമുക്ക് തുടരാൻ കഴിയും. അതിനു വേണ്ടിയുള്ള ഒരു സംവിധാനം മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുടെ മേൽനോട്ടത്തിൽ തന്നെ അതിനൊരു കൃത്യമായ പാക്കേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഈ വർക്ക് ഒരാഴ്ച ഇവിടെ MLA സൂചിപ്പിച്ച പോലെ അടച്ചിടുന്നത് തുറന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ട്രാഫിക് ഒരു പരിധി വരെ അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ്. പ്രവൃത്തികൾ നടക്കുന്ന സമയം വാഹനങ്ങൾ മറ്റു റോഡുകൾ വഴി തിരിച്ചുവിടും. അങ്ങാടിപ്പുറത്തെ ഗതാഗത സംവിധാനത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്ന കാര്യവും യോഗത്തിൽ തീരുമാനിച്ചു. മേൽപ്പാലവും ജംഗ്ഷനും ക്ഷേത്രം റോഡും പരിയാപുരം റോഡും ഉൾപ്പെടുന്ന ഭാഗത്ത് വൺവേ സംവിധാനം കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ, പൊതുമരാമത്ത്, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ച് സാധ്യത പരിശോധിക്കും. ഉദ്യോഗസ്ഥ സംഘം നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഗതാഗത പരിഷ്കരണം കൊണ്ടുവരിക. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. അങ്ങാടിപ്പുറം വഴി സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാല സമരം പിൻവലിച്ചു. പെരിന്തൽമണ്ണ DYSP A പ്രേംജിത്ത് തൊഴിലാളി യൂണിയൻ നേതാക്കളുമായി വെള്ളിയാഴ്ച വൈകിട്ട് നടത്തിയ ചർച്ചയിലാണ് ബസ് സമരം പിൻവലിക്കാൻ തീരുമാനിച്ചത്. അതേസമയം അങ്ങാടിപ്പുറത്ത് ഇപ്പോഴത്തെ ഗതാഗതക്കുരുക്കിന് കാരണമായ റോഡ് തകർന്ന ഭാഗത്ത് ഇന്റർലോക്ക് കട്ടകൾ പതിക്കുന്ന പ്രവൃത്തികൾ ഈ ഞായറാഴ്ച ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്നും മേൽപ്പാലത്തിന് സമീപത്തെ കുഴികളടച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് അങ്ങാടിപ്പുറം വഴിയോടുന്ന സ്വകാര്യ ബസ്സുകൾ പണിമുടക്ക് നടത്തിയത്. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ കോഴിക്കോട് പാലക്കാട് ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെ അങ്ങാടിപ്പുറം റൂട്ടിൽ ഓടിയില്ല. ബസ് സർവീസ് മുടങ്ങിയതോടെ യാത്രക്കാർ വലഞ്ഞു. സമരം നീണ്ടുപോയ സാഹചര്യത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് പെരിന്തൽമണ്ണ DYSP A പ്രേംജിത്ത് ബസ് തൊഴിലാളി യൂണിയൻ നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ സമരം അവസാനിപ്പിക്കാൻ ധാരണയായി. കളക്ടറുടെയും MLAമാരുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ മലപ്പുറത്ത് നടന്ന ചർച്ചയിലെ തീരുമാനങ്ങൾ ബസ് ഉടമകളെയും തൊഴിലാളി നേതാക്കളെയും പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ബസ് ഉടമസ്ഥ സംഘം താലൂക്ക് സെക്രട്ടറി മുഹമ്മദ് അലി ഹാജി, ഭാരവാഹികളായ സഫ മുഹമ്മദ് അലി, സന യൂനസ്, എക്സൽ ജബ്ബാർ എന്നിവരും തൊഴിലാളി യൂണിയൻ നേതാക്കളായ അനിൽ കുറുപ്പത്ത്, മാടാല മുഹമ്മദ് അലി, സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു. ഞായറാഴ്ച രാത്രിയോ അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെയോ അടക്കും. ഞായറാഴ്ച രാവിലെ അടച്ചിട്ട് പണി തുടങ്ങുന്നതാണ് ഇപ്പൊ കിട്ടിയ വിവരം. ഞായറാഴ്ച രാവിലെയോ തിങ്കളാഴ്ച രാവിലെയോ അടക്കും. നേരത്തെ തീരുമാനിച്ച പരിപാടി സമരം എന്താ? ഞങ്ങൾ സമരം അതോടുകൂടി ഞങ്ങൾ പിൻവലിച്ചു. കാരണം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇത് ഒരു ബസ് ചാർജ് വർധനവിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ല ഞങ്ങളുടെ സമരം. ഞങ്ങൾ ഈ സമരം ചെയ്തത് അങ്ങാടിപ്പുറം വഴിയുള്ള ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ഈ സമരം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ബന്ധപ്പെട്ട ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും അധികാരി വർഗങ്ങളിൽ നിന്ന് അതിന് ഒരു ശരിയായ രീതിയിലുള്ള ഒരു ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള ഒരു ഉറപ്പ് നൽകിയതിൻ്റെ പേരിൽ ആണ് ആ സമരം പിൻവലിച്ചിട്ടുള്ളത്. ഞാൻ ബസ് തൊഴിലാളി യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് മാടാല മുഹമ്മദ് CITൻ്റെ യൂണിയൻ്റെ. ഞങ്ങൾ ഇന്നലെയും ഇന്നും ആയി നടത്തി വരുന്ന സമരം ഇപ്പോൾ നമ്മുടെ ബസ് ഓണേഴ്സിൻ്റെ മുഹമ്മദ് ഹാജി പറഞ്ഞ മാതിരി ഒരു കലക്ടറുടെ ഉറപ്പിൻ്റെ മുകളിൽ സമരത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിലേക്ക്
ഞങ്ങൾക്ക് സംഘടന എന്നുള്ള എനിക്ക് പറയാനുള്ളത് ഞാൻ DSPയോടും പറഞ്ഞിട്ടുണ്ട്. ഈ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ അവിടെ പണി നടത്തിയിട്ടില്ലെങ്കിൽ ചൊവ്വാഴ്ച മുതൽ വീണ്ടും താലൂക്ക് അടിസ്ഥാനത്തിൽ ഞങ്ങൾ സമരത്തിലേക്ക് പോകും. കാരണം പല പ്രാവശ്യം പല ഉദ്യോഗസ്ഥന്മാരടുത്ത് പോയിട്ടും ഇതിനൊരു പരിഹാരം കാണാത്തതിൻ്റെ പേരിൽ ഇതും ഉറപ്പില്ലാത്തൊരു സ്ഥിതി. പക്ഷേ ജില്ലാ കലക്ടറും SP-യും അതുപോലെ ADM ഒക്കെ ഇടപെട്ടുകൊണ്ട് ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ അത് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചൊവ്വാഴ്ച വീണ്ടും സമരത്തിലേക്ക് തന്നെ പോകും. കാരണം ജീവിതമാർഗം വഴിമുട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ തന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ വിദ്യാർത്ഥികളിലുള്ള വൈരാഗ്യമോ ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടല്ല ഞങ്ങൾ സമരത്തിന് ഇറങ്ങിയില്ല. ഞങ്ങൾക്ക് വൈകുന്നേരം വരെ ജോലി ചെയ്താൽ അതിൻ്റെ ഒരു വേതനം കിട്ടണം, അതിനു വേണ്ടിയാണ്. അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗതക്കുരുക്കും ഇത് കാരണമുള്ള ട്രിപ്പ് മുടക്കവും സാമ്പത്തിക പ്രതിസന്ധിയും ചൂണ്ടിക്കാട്ടിയാണ് സ്വകാര്യ ബസ് തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പണിമുടക്കിയത്. വ്യാഴാഴ്ച മലപ്പുറം അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ബസ് തൊഴിലാളികളുമായും ഉടമകളുമായും നടത്തിയ ചർച്ചയിൽ തീരുമാനം ആയിരുന്നില്ല. തുടർന്നാണ് ഡിവൈഎസ്പിയുടെ സാന്നിധ്യത്തിൽ വെള്ളിയാഴ്ച ചർച്ച നടത്തി സമരം പിൻവലിച്ചത്. അതേസമയം അങ്ങാടിപ്പുറത്തെ ഇപ്പോഴത്തെ ഗതാഗതക്കുരുക്കിന് കാരണമായ റോഡിലെ തകർന്ന ഭാഗത്ത് ഇന്റർലോക്ക് കട്ടകൾ പതിക്കുന്ന പ്രവൃത്തികൾ ഞായറാഴ്ച ആരംഭിക്കാൻ തീരുമാനമായിട്ടുണ്ട്. തുടർച്ചയായ അപകടങ്ങളിൽ നിരവധി പേർ മരിക്കാനിടയായ മണ്ണാർക്കാട് കരിമ്പ പനയമ്പാടം റോഡ് നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി VK ശ്രീകണ്ഠൻ MP മലപ്പുറത്തെ ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. ദേശീയപാതയുടെ ചുമതലയുള്ള പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലെത്തിയാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. 7 മാസം മുമ്പാണ് പനയമ്പാടം വളവിൽ നിയന്ത്രണം വിട്ടുവന്ന ലോറി ചരിഞ്ഞ് 4 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. തുടർച്ചയായ അപകടം കണക്കിലെടുത്ത് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് VK ശ്രീകണ്ഠൻ MP ലോക്സഭയിൽ വിഷയം ഉന്നയിച്ചിരുന്നു. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ സന്ദർശിച്ച് ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു. നാഷണൽ ഹൈവേ അതോറിറ്റി റോഡിലെ അപകടങ്ങൾ കുറയ്ക്കാൻ അടിയന്തര നടപടികൾക്കായി 1,35 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ടില്ല. വെള്ളക്കെട്ടുള്ള ഈ പ്രദേശത്ത് ഡ്രെയിൻ നിർമ്മാണം നടത്തണം, റോഡിന്റെ ഉപരിതല മിനുസം ഒഴിവാക്കി പരിഷ്കരിക്കണം തുടങ്ങിയ പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തിയാക്കേണ്ടതാണ്. UDF നേതാക്കളായ ആന്റണി മതിപ്പുറം, MS നാസർ, യൂസഫ് പാലക്കൽ, VK ഷൈജു, MM മുഹമ്മദ് ഹാരിസ്, CK മുഹമ്മദ് മുസ്തഫ, PK മുസ്തഫ, KM റിയാസ് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി പാതയുടെ തകർച്ച, സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. തകർച്ച പരിഹരിച്ചില്ലെങ്കിൽ ജൂലൈ 7 മുതൽ ഈ റൂട്ടിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് ബസ് ഉടമകളുടെ സംയുക്ത സംഘടന അറിയിച്ചു. ഒറ്റപ്പാലം മുതൽ ചെർപ്പളശ്ശേരി വരെയുള്ള റോഡിലെ കുണ്ടും കുഴിയും കാരണം സ്വകാര്യ ബസ്സുകൾക്ക് സർവീസ് നടത്താൻ പറ്റാത്ത സ്ഥിതിയാണെന്ന് സ്വകാര്യ ബസ് ഉടമകളുടെ സംയുക്ത സംഘടന അറിയിച്ചു. പല ബസ്സുകളും പകുതിയിൽ സർവീസ് നിർത്തുകയും ഒരു ട്രിപ്പ് ഓടിയാൽ അടുത്ത ട്രിപ്പ് ഓടുവാൻ പറ്റാതാവുകയും ബസ്സുകളുടെ ടയർ, ലീഫ്, ഫുട്ബോർഡ് തുടങ്ങിയവ ഇതുമൂലം കേടുവരികയും ഇതിലൂടെ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നതായും ഉടമകൾ പറഞ്ഞു. പാതയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. പാതയിലെ കുഴികൾ താൽക്കാലികമായി അടച്ച് ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ ജൂലൈ 7 മുതൽ ഈ റൂട്ടിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും അനിശ്ചിതകാലത്തേക്ക് പണിമുടക്കുമെന്ന് ബസ് ഉടമകളുടെ സംയുക്ത സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. തിരുവില്ലാമല ഒറ്റപ്പാലം മേഖല പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ, ഒറ്റപ്പാലം താലൂക്ക് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ, കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളിലെ മുഴുവൻ ബസ്സുകളും പണിമുടക്കുമെന്ന് ഭാരവാഹികളായ PK സിദ്ദിഖ്, KS സുനിൽ റഹ്മാൻ, KP അലി തുടങ്ങിയവർ അറിയിച്ചു. ചെർപ്പളശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം 9-ാം മാസത്തിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇതുവരെ ആ റോഡിന്റെ കുണ്ടും കുഴിയും നികത്തി തന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ വീണ്ടും പരാതി കൊടുക്കുന്നുണ്ട്. ഈ മാസം 7-ാം തീയതിക്കുള്ളിൽ ആ റോഡിന്റെ കുണ്ടും കുഴിയും കോറി വേസ്റ്റ് ഇട്ടെങ്കിലും നികത്തി തന്നില്ലെങ്കിൽ 7/7/2025 മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുകയാണ്. അതിന് പരിഹാരം കാണുന്നില്ലെങ്കിൽ താലൂക്കിൽ തന്നെ സർവീസ് നിർത്തിവെക്കണോ എന്ന് ഞങ്ങൾ ആലോചിക്കുകയാണ്. ഞങ്ങളിൽ എല്ലാ അസോസിയേഷൻ്റെ ആളുകളുമുണ്ട്. ഓർഗനൈസേഷൻ്റെയും KBTയുടെയും എല്ലാ അസോസിയേഷൻ്റെ എല്ലാ സംഘടനകളും ഒന്നിച്ചാണ് ഈ സമരം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പലതവണ എല്ലാ അധികാരികൾക്കും പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ഞങ്ങളുടെ ലീഫ്, ടയർ എല്ലാം നാശമാവുകയാണ്. അതുകൊണ്ട് ചില സമയങ്ങളിൽ ഒരു ട്രിപ്പ് പോയി വന്നാൽ അടുത്ത ട്രിപ്പ് പോകാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. പല സമയത്തും പല സ്റ്റോപ്പുകളിൽ നിന്നും ആളെ എടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. ആയതുകൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ 7/7/2025 മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഷൊർണൂർ, ഒറ്റപ്പാലം നിയോജക മണ്ഡലങ്ങളിലെ MLA മാർ, ജോയിന്റ് RTO, KRFB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഒറ്റപ്പാലം SHO,
ചെർപ്പളശ്ശേരി SHO, PWD എഞ്ചിനീയർ എന്നിവർക്ക് പരാതി നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അനിശ്ചിതകാല സമരത്തിലും നടപടിയുണ്ടായില്ലെങ്കിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ അനിശ്ചിതകാല ബസ് സമരം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. കുമരംപുത്തൂർ പഞ്ചായത്തിന്റെ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നത് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സഞ്ചാരം ഓട്ടോറിക്ഷയിൽ. പ്രസിഡന്റ് രാജൻ ആമ്പാടത്താണ് ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഓട്ടോറിക്ഷയെ ആശ്രയിക്കുന്നത്. UDF ഭരിക്കുന്ന കുമരംപുത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസിലെ രാജൻ ആമ്പാടത്ത് പ്രസിഡന്റായിട്ട് 1.5 വർഷമായി. അന്നു മുതൽ പ്രസിഡന്റ് തന്നെയാണ് പഞ്ചായത്ത് വാഹനം ഉപയോഗിച്ചിരുന്നത്. ഒരാഴ്ച മുമ്പാണ് പഞ്ചായത്ത് സെക്രട്ടറി ഓഫീസ് ആവശ്യത്തിനെന്ന് പറഞ്ഞ് പ്രസിഡന്റിന് വാഹനം നിഷേധിച്ചത്. സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഔദ്യോഗിക ആവശ്യത്തിനെന്ന് പറഞ്ഞ് രാവിലെ വാഹനവുമായി പുറത്തു പോകും. പഞ്ചായത്തിൽ നടക്കുന്ന വിവിധ പരിപാടികൾക്കും മറ്റും പ്രസിഡന്റ് പോകുന്നത് ഓട്ടോറിക്ഷയിലോ സ്കൂട്ടറിലോ ആണ്. കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ നടന്ന ചടങ്ങുകളിലെല്ലാം മഴക്കോട്ട് ധരിച്ച് സ്കൂട്ടറിലെത്തിയാണ് പ്രസിഡന്റ് പങ്കെടുത്തത്. സംസ്ഥാനത്തെ മറ്റൊരു പഞ്ചായത്തിലുമില്ലാത്ത കീഴ്വഴക്കമാണ് കുമരംപുത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി നടപ്പാക്കുന്നത്. പ്രസിഡന്റ് എന്ന നിലയിൽ പങ്കെടുക്കേണ്ട യോഗങ്ങൾ, സ്വീകരണങ്ങൾ, ചടങ്ങുകൾ എന്നിവയ്ക്ക് പ്രസിഡന്റിന് വാഹനം ഉപയോഗിക്കാൻ അനുമതിയുണ്ട്. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയായി ഇത്തരം സന്ദർഭങ്ങളിൽ ഓട്ടോറിക്ഷയിലും സ്കൂട്ടറിലുമാണ് കുമരംപുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പങ്കെടുക്കുന്നത്. അതേസമയം 3 ദിവസം സംസ്ഥാന വ്യാപകമായി പ്ലാസ്റ്റിക് ഉൾപ്പെടെ കണ്ടെത്തുന്നതിന് എൻഫോഴ്സ്മെന്റ് പ്രവർത്തിക്കാൻ നിർദ്ദേശമുണ്ടെന്നും ഇതനുസരിച്ചാണ് 3 ദിവസമായി വാഹനം ഉപയോഗിക്കുന്നതെന്നും സെക്രട്ടറി അറിയിച്ചു. വെള്ളിയാഴ്ച സെക്രട്ടറിക്ക് പാലക്കാട് യോഗത്തിൽ പങ്കെടുക്കാനുള്ളതിനാൽ വെള്ളിയാഴ്ചയും വാഹനം വിട്ടു നൽകാൻ കഴിയില്ല. വാഹനം ഇതുവരെയും പ്രസിഡന്റ് തന്നെയാണ് ഉപയോഗിക്കുന്നതെന്നും ഒരാഴ്ചയായി വാഹനം ലഭിക്കുന്നില്ലെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും സെക്രട്ടറി പറഞ്ഞു. വിവാദങ്ങൾക്കൊടുവിൽ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി T. അജിത് കുമാരിക്ക് സ്ഥലം മാറ്റം. അവരുടെ അപേക്ഷ പ്രകാരം എറണാകുളത്തേക്കാണ് സ്ഥലം മാറ്റിയത്. MP ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കുന്ന പദ്ധതികളുടെ ടെൻഡർ വൈകിപ്പിക്കുന്നുവെന്നാരോപിച്ച് ബ്ലോക്ക് ഭരിക്കുന്ന UDFിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചിരുന്നു. 3 വർഷമായി മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയായിരുന്നു അജിത് കുമാരി. 2024-25 വർഷം പദ്ധതി നിർവഹണത്തിൽ ജില്ലയിൽ 1ാം സ്ഥാനമായിരുന്നു മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത്. എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏറെ പിന്നിലായി. വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിൽ കാലതാമസം വരുത്തുന്നുവെന്നാരോപിച്ച് ഭരണസമിതി കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ സെക്രട്ടറിയെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. എന്നാൽ പദ്ധതികൾ നടപ്പാക്കേണ്ട എഞ്ചിനീയറിംഗ് വിഭാഗം വരുത്തുന്ന കാലതാമസമാണ് പദ്ധതികൾ വൈകാൻ കാരണമെന്ന് അവർ അറിയിച്ചതായാണ് വിവരം. MP ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന ഒരു പദ്ധതിയും ടെൻഡർ നടത്താൻ ബാക്കിയില്ല. ഈ മാസം 17-ന് അനുമതി ലഭിച്ച പദ്ധതികളാണ് ടെൻഡർ വിളിക്കാനുള്ളത്. ഇതിന്റെ നടപടികൾ നടന്നു വരികയാണെന്നും അവർ അന്ന് തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഏതായാലും ഓർഡർ വന്ന അന്ന് തന്നെ ചാർജ് കൈമാറി സെക്രട്ടറി നാട്ടിലേക്ക് മടങ്ങി. മണ്ണാർക്കാട് താലൂക്കിൽ തഹസിൽദാർ ഇല്ലാതായിട്ട് 2 ആഴ്ച. പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെ അടിയന്തര സാഹചര്യം നേരിടാൻ താലൂക്ക് ആസ്ഥാനത്ത് മേധാവിയില്ലാത്ത സ്ഥിതിയാണ്. പകരം നിയമനം നടത്തിയിട്ടില്ല. മഴ ശക്തമായ സാഹചര്യത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് അവധി നൽകരുതെന്നുൾപ്പെടെയുള്ള ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് പ്രധാന തസ്തികയിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇല്ലാതിരിക്കുന്നത്. മണ്ണാർക്കാട് തഹസിൽദാർ സ്ഥലം മാറുകയും പകരം ചുമതല ഭൂരേഖ തഹസിൽദാർക്ക് നൽകുകയും ചെയ്തിരുന്നു. സ്ഥാനക്കയറ്റം ലഭിച്ച ഭൂരേഖ തഹസിൽദാർ സ്ഥലം മാറിയതോടെ മണ്ണാർക്കാടിന്റെ ചുമതല ഒറ്റപ്പാലം തഹസിൽദാർക്ക് നൽകുകയാണ് ഉണ്ടായത്. മണ്ണാർക്കാട് ഭൂരേഖ തഹസിൽദാരുടെ ചുമതല അട്ടപ്പാടി തഹസിൽദാർക്കുമാണ് നൽകിയിരിക്കുന്നത്. മണ്ണാർക്കാട് താലൂക്കിൽ 19 വില്ലേജുകളാണുള്ളത്. ഭൂമി സംബന്ധമായ ഒരു കാര്യങ്ങളും തഹസിൽദാർ ഇല്ലാത്തതിനാൽ നടക്കുന്നില്ല. വിവിധ ആവശ്യങ്ങൾക്ക് താലൂക്കിലും വില്ലേജുകളിലും വരുന്നവർ കാര്യം നടക്കാതെ മടങ്ങുകയാണ്. CPM നേതൃത്വം നൽകുന്ന ഒറ്റപ്പാലം നഗരസഭാ ഭരണസമിതി സർവ്വമേഖലയിലും പരാജയമാണെന്ന് ആരോപിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച രാവിലെ 11 മണിക്ക് നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. വരുമാന സ്രോതസ്സുകളെ പോലും ഉപയോഗിക്കാൻ കഴിയാത്ത ഭരണസമിതിയാണ് നിലവിലുള്ളതെന്നും ലീഗ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നഗരസഭയുടെ നിലവിലെ ഭരണസമിതി സർവ്വമേഖലയിലും പരാജയമാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നഗരസഭാ കമ്മിറ്റി രംഗത്ത് വന്നത്. പദ്ധതി നിർവഹണം, തെരുവു നായ്ക്കളുടെ നിയന്ത്രണം, തെരുവു വിളക്കുകളുടെ പരിപാലനം, വ്യക്തിഗത ആനുകൂല്യം, ഭവന നിർമ്മാണ പദ്ധതി തുടങ്ങിയ എല്ലാ മേഖലകളിലും നിലവിലെ ഭരണസമിതി സമ്പൂർണ്ണ പരാജയമാണെന്ന് ലീഗ് നേതാക്കൾ കുറ്റപ്പെടുത്തി. എല്ലാ മേഖലകളിലും പരാജയപ്പെട്ടതിനു പുറമെ ലഭ്യമായ വരുമാന സ്രോതസ്സുകളെ ഉപയോഗിക്കാൻ പോലും കഴിയാത്ത ഭരണസമിതിയാണ് നിലവിലുള്ളതെന്നും നേതാക്കൾ പറഞ്ഞു.
ഇതിനെതിരെ ശനിയാഴ്ച രാവിലെ 11 മണിക്ക് നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് നഗരസഭാ കമ്മിറ്റി പ്രസിഡന്റ് PMA ജലീൽ പറഞ്ഞു. നിർവഹണ കാര്യത്തിൽ വലിയ വീഴ്ചയാണ് ഈ ഭരണസമിതി നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് ജനം ഏറെ ആഗ്രഹിക്കുന്ന തെരുവ് നായകളുടെ നിയന്ത്രണം, ഈ തെരുവ് നായകളുടെ നിയന്ത്രണത്തിൽ ഈ നഗരസഭാ ഭരണസമിതി ഉത്തരവാദിത്വം നിർവഹിക്കപ്പെട്ടില്ല എന്നുള്ളത് വളരെയേറെ പ്രതിഷേധമുള്ള കാര്യമാണ്. ഒരു മൃഗസംരക്ഷണ വകുപ്പ് ഈ തെരുവ് നായകൾക്ക് ഒരു പ്രദേശമൊട്ടാകെ വാക്സിനേഷൻ നൽകണം എന്നാവശ്യപ്പെട്ടിട്ട് ഇന്ന് വരെ നടപ്പാക്കാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. തെരുവുവിളക്കുകൾ ഈ ഭരണസമിതി വന്ന ശേഷം ആകെ ഒരു തവണ മാത്രമാണ് വിതരണം ചെയ്തതെങ്കിലും അതിൻ്റെ പരിപാലനവും നിലവിലുള്ള തെരുവുവിളക്കുകളുടെ പരിപാലനവും കൃത്യമായി നടത്താൻ ഇതുവരെ ഈ ഭരണസമിതി കഴിഞ്ഞിട്ടില്ല. ഇത്തരം കാര്യങ്ങളുടെ വളരെ നീണ്ട വലിയ പട്ടിക തന്നെയാണ് ഈ ഭരണസമിതിക്കെതിരെ കുറ്റപ്പെടുത്താനുള്ളത്, ഓർമ്മപ്പെടുത്താനുള്ളത്. വാർത്താസമ്മേളനത്തിൽ ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം PP മുഹമ്മദ് ഖാസിം, ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷ ഫൗസിയ ഹനീഫ, കൗൺസിലർമാരായ നുസ്രത്ത്, ആമിന സമീർ തുടങ്ങിയവരും പങ്കെടുത്തു. പെരിന്തൽമണ്ണ തേക്കിൻകോട് മൈതാനം നവീകരിക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ. മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ കിക്ക് ഡ്രഗ്സ് ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ ഭാഗമായി മൈതാനം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. പെരിന്തൽമണ്ണ നഗരസഭയിലെ തേക്കിൻകോട് മൈതാനം നവീകരിക്കും. 1 കോടി രൂപ ചെലവിലാണ് മൈതാനം നവീകരിക്കുക. കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ നടത്തിയ കിക്ക് ഡ്രഗ്സ് ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ ഭാഗമായി മന്ത്രി മൈതാനം സന്ദർശിച്ചു. കളിക്കളം വീണ്ടെടുക്കാൻ പദ്ധതിയിലാണ് പെരിന്തൽമണ്ണയിലെ തേക്കിൻകോട് മൈതാനം നവീകരിക്കുക എന്ന് മന്ത്രി V. അബ്ദുറഹ്മാൻ പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കായിക വകുപ്പ് ഒരു പ്രചരണ ജാഥ സംഘടിപ്പിക്കുകയാണ്. സംസ്ഥാനത്തിലെ എല്ലാ ജില്ലകളും ഇപ്പോൾ പൂർത്തീകരിച്ചു. സമാപനം ഇന്ന് നടക്കുക. ഇതിൻ്റെ ഭാഗമായി പുതിയ കളിക്കളങ്ങൾ വീണ്ടെടുക്കുക എന്ന പദ്ധതി പ്രകാരം പെരിന്തൽമണ്ണ നഗരസഭയിലെ ഈ പ്രദേശത്തുള്ള ഈ കളിക്കളം നമ്മൾ ഏറ്റെടുത്ത് നവീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി 1 കോടി രൂപ ഈ പദ്ധതിക്ക് വേണ്ടി അനുവദിക്കുകയാണ്. ഇതിനാവശ്യമായ ഇതിൽ ഒരു വിഹിതം ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാൻ നഗരസഭാ ഫണ്ടിൽ നിന്ന് എടുക്കാമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ യുവാക്കൾക്ക് ഏറ്റവും നല്ല രീതിയിൽ കായിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു കളിക്കളമായി ഇത് മാറും. നഗരസഭയുടെ സഹകരണത്തോടെ ആധുനിക രീതിയിലുള്ള മൈതാനമാണ് ഇവിടെ ഒരുക്കുക. യാത്രയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഇതിനകം 18 മൈതാനങ്ങൾ നവീകരിക്കാൻ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നഗരസഭാ ചെയർമാൻ P. ഷാജി, ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ അംഗം B. രമേശൻ എന്നിവരും മന്ത്രിയോടൊപ്പം മൈതാനം സന്ദർശിക്കാനെത്തിയിരുന്നു. പട്ടാമ്പി പള്ളിപ്പുറം തീരദേശപാതയുടെ തകർച്ചയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. വലിയ അഴിമതിയാണ് റോഡിന്റെ കാര്യത്തിൽ നടത്തിയിരിക്കുന്നതെന്നും വിഷയത്തിൽ മന്ത്രി MP രാജേഷ് നിലപാട് വ്യക്തമാക്കണമെന്നും VT ബൽറാം ആവശ്യപ്പെട്ടു. മാസങ്ങൾക്ക് മുമ്പ് നവീകരിച്ച പട്ടാമ്പി പള്ളിപ്പുറം തീരദേശപാതയുടെ പടിഞ്ഞാറേക്കുടമുണ്ട ഭാഗത്താണ് വലിയ തകർച്ച രൂപപ്പെട്ടിരിക്കുന്നത്. റോഡിന്റെ ഒരു വശം 100 മീറ്ററിലധികം വിണ്ടുകീറിയ നിലയിലാണ്. ഈ ഭാഗത്തിലൂടെ ഗതാഗതം നടത്താൻ കഴിയാത്ത സാഹചര്യമാണ്. റോഡ് തകർച്ച KPCC വൈസ് പ്രസിഡന്റും മുൻ MLAയുമായ VT ബൽറാം സന്ദർശിച്ചു. വലിയ അഴിമതിയാണ് ഈ പാതയുടെ നവീകരണത്തിൽ നടന്നിരിക്കുന്നതെന്നും ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും VT ബൽറാം ആവശ്യപ്പെട്ടു. റോഡിന്റെ വിഷയത്തിൽ മന്ത്രി MP രാജേഷ് നിലപാട് വ്യക്തമാക്കണമെന്നും VT ബൽറാം ആവശ്യപ്പെട്ടു. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പാണ് പൊന്നാനിയിൽ ഇരുന്നു കൊണ്ട് ഇതിന് 1 കോടി രൂപയുടെ ഭരണാനുമതി നൽകുന്നത്. അവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നൽകാൻ കഴിയുന്ന പരമാവധി തുകയുടെ ഭരണാനുമതി എന്ന് പറയുന്നത് 1 കോടി രൂപയാണ്. അങ്ങനെ 1 കോടി രൂപയുടെ ഒരു അനുമതി നൽകി അത് ടെൻഡർ ചെയ്ത് ഒരു കരാറുകാരനെ ഏൽപ്പിക്കുകയും പിന്നീട് അതേ കരാറുകാരന് തന്നെ യാതൊരു ടെൻഡറുമില്ലാതെ വീണ്ടും 1 കോടി രൂപയുടെ തന്നെ വർക്ക് വാട്ടർ അതോറിറ്റി ഇവിടെ പൈപ്പ് ലൈൻ കീറുന്നതിന് വേണ്ടി അതിന്റെ റെസ്റ്റോറേഷന് വേണ്ടി നൽകിയ തുക എന്ന രീതിയിൽ ഇതേ റോഡിന് വേണ്ടി വീണ്ടും അനുവദിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ 1.5 കോടി രൂപ വാട്ടർ അതോറിറ്റി ഈ നിലയിൽ ഇതിന്റെ റെസ്റ്റോറേഷന് വേണ്ടി നേരത്തെ തന്നെ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് കൈമാറിയിരുന്നു. അത് മറച്ചു വെച്ചുകൊണ്ടാണ് തീരദേശ പരിപാലന ഫണ്ടിൽ നിന്ന് 1 കോടി രൂപയുടെ ഫണ്ട് ഇതിനു വേണ്ടി അനുവദിച്ചത്. അപ്പോൾ തന്നെ ഇതിന്റെ ഒരു ദുരൂഹത തുടങ്ങുകയാണ്. എന്തിനാണ് ടെൻഡർ ഇല്ലാതെ ഈ നിലയിൽ വീണ്ടും 1 കോടി രൂപ ഇതിന് നൽകിയത് എന്നുള്ളത്.
അതിന്റെ ഗുണനിലവാരം എന്ന് പറയുന്നത് നിർമ്മാണ പ്രവർത്തനത്തിന്റെ തുടക്കം തൊട്ട് തന്നെ ഇവിടുത്തെ പ്രദേശവാസികൾ പലതവണ ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം ആവശ്യത്തിന് GSBയും വെറ്റ്മിക്സും ഒന്നും ഇല്ലാതെയാണ്, ആവശ്യത്തിനുള്ള കനത്തില് അത് ഇടാതെയാണ് ഈ പണി നടക്കുന്നത്. ഇത് റോഡിന്റെ തകർച്ചയ്ക്ക് ഇടവരുത്തും, ഗുണനിലവാരം കുറഞ്ഞ പണിയാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതിന്റെ സൂപ്പർവൈസിങ്ങിന് വേണ്ടി വന്ന ഉദ്യോഗസ്ഥന്മാരടക്കം പറഞ്ഞതായിട്ട് ഇവർ നാട്ടുകാർ പറയുന്നത് അതിന് ഫണ്ട് കുറവാണ്, അതുകൊണ്ട് ഇത്രയേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ്. നിർമ്മാണത്തിന്റെ തുടക്കത്തിൽ തന്നെ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ അപാകതകൾ ചൂണ്ടിക്കാണിച്ചതാണ്. എസ്റ്റിമേറ്റിൽ പറഞ്ഞ പ്രവൃത്തികൾ ഇവിടെ നടപ്പാക്കിയിട്ടില്ല. ടെൻഡർ ഇല്ലാതെയാണ് 1 കോടി രൂപയുടെ പ്രവൃത്തികൾക്ക് അനുമതി നൽകിയത്. ഇതിലൂടെ വലിയ അഴിമതിയാണ് നടത്തിയിരിക്കുന്നതെന്നും VT ബൽറാം പറഞ്ഞു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിസാർ, PV മുഹമ്മദ് അലി, അലി ചെമ്പലങ്ങാട് തുടങ്ങിയ നേതാക്കളും നാട്ടുകാരും സ്ഥലത്തെത്തിയിരുന്നു. കുലിക്കല്ലൂർ പഞ്ചായത്തിലെ 4-ാം വാർഡിൽ കോൺഗ്രസ് മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി. കുപ്പത്ത് രാഘവൻ നഗറിൽ നടത്തിയ പരിപാടി KPCC അംഗം റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു. വർത്തമാനകാല ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മഹാത്മാജിയുടെ ആശയങ്ങളുടെ പ്രസക്തിയെക്കുറിച്ച് റിയാസ് മുക്കോളി സംസാരിച്ചു. മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് നൂറുദ്ദീൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം മിസുദ സൂരജ്, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ ഹരീഷ് ഉപ്പത്ത്, സൂരജ് തത്തനപ്പുള്ളി, KSU ജില്ലാ സെക്രട്ടറി മുനവർ ചുണ്ടമ്പറ്റ, അസൻകുട്ടി, വാപ്പു, കൃഷ്ണപ്രസാദ്, അനുമോൾ, സനേഷ് തത്തനപ്പുള്ളി, സേതുലവി, ഉണ്ണികൃഷ്ണൻ, KSU മണ്ഡലം പ്രസിഡന്റ് അദ്വൈത്, സൽമാൻ മക്കടയിൽ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. വീണ്ടും ഇടവേള. വാർത്തകളിലേക്ക്. ഇനി വാണിജ്യ വാർത്തകൾ. ഗ്യാസ് സ്റ്റൗ പ്രശ്നങ്ങൾക്ക് ഇനി പൂർണ്ണ പരിഹാരം. ലെജൻഡ്സ് സ്റ്റൗ സെന്റർ ചെറുപ്പശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ബസ് സ്റ്റാൻഡിന് പിറകുവശത്ത് മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റിന് സമീപമാണ് സ്ഥാപനം തുറന്നത്. ചെറുപ്പശ്ശേരി ടൗണിൽ ബസ് സ്റ്റാൻഡിന് പിറകുവശത്തായാണ് ലെജൻഡ്സ് സ്റ്റൗ സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. എല്ലാവിധ ഗ്യാസ് സ്റ്റൗവുകളുടെയും ബയോഗ്യാസ് സ്റ്റൗവുകളുടെയും സർവീസ് ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു കൊടുക്കുന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ചെറുപ്പശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് K നന്ദകുമാർ നിർവഹിച്ചു. ചെറുപ്പശ്ശേരി ബസ് സ്റ്റാൻഡിന് പിൻവശത്തായി ഇന്ന് പ്രവർത്തനം ആരംഭിച്ച ലെജൻഡ്സ് സ്റ്റൗ സെൻറ്ററിൻ്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ നടന്നിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ എല്ലാ വീടുകളിലും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഉപകരണമാണ് ഗ്യാസ് സ്റ്റൗവുകളും. അതിന് വരുന്ന റിപ്പയർ വർക്കുകൾ, അതുപോലെ തന്നെ പുതിയ വീടുകളിലേക്ക് ആവശ്യമായ സ്റ്റൗ മാറ്റി വാങ്ങൽ, ഇതെല്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ്. ഇത് കാര്യക്ഷമതയോട് കൂടിയിട്ട് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ, നമ്മുടെ നഗരങ്ങളിലുമൊക്കെ തന്നെ നിർവഹിച്ചു കൊടുക്കുന്നതിനുള്ള കർത്തവ്യമാണ് ഈ സ്ഥാപനം ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ നല്ല നിലയിലുള്ള മുന്നോട്ട് പോക്ക് നമ്മുടെ നാടിൻ്റെ കൂടി ആവശ്യമാണ്. സാമൂഹ്യ രാഷ്ട്രീയ വ്യാപാര രംഗത്തെ പ്രമുഖരും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. പുതിയ ഗ്യാസ് സ്റ്റൗവുകൾ, പഴയ സ്റ്റൗവുകളുടെ സർവീസ്, എക്സ്ചേഞ്ച് സൗകര്യം, സ്പെയർ പാർട്സുകൾ തുടങ്ങിയ സേവനങ്ങളാണ് ലെജൻഡ്സ് സ്റ്റൗ സെന്ററിൽ ലഭ്യമാവുക. ഉപഭോക്താക്കളുടെ ആവശ്യപ്രകാരം വീട്ടിൽ വന്ന് സ്റ്റൗവുകൾ സർവീസ് ചെയ്യുന്നതിനുള്ള സൗകര്യവും ലഭ്യമാണ്. സ്ഥാപനത്തിന്റെ വിജയത്തിനായി ഏവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായി ഉടമകൾ പറഞ്ഞു.
ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കിൽ ലെജൻഡ് സ്റ്റവ് സെൻറ്റർ ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. എല്ലാവിധ ഗ്യാസ് സ്റ്റവുകളും സർവീസ് ചെയ്ത് കൊടുക്കുന്നു. വിൽപ്പനയും ഉണ്ട്. വീടുകളിൽ പോയി സർവീസിങ്ങും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പാർട്സുകളും ഇവിടുന്ന് കിട്ടുന്നതാണ്. എല്ലാ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്തു കൊടുക്കുന്നതുമാണ്. എല്ലാവരുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ഇനി കാണാം ഷോർട്ട് ന്യൂസ്. വാണിയംകുളം വെള്ളിയാട് റെയിൽവേ ട്രാക്കിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. 40 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണ് കണ്ടത്. ട്രെയിൻ തട്ടി മരിച്ച നിലയിലാണ് മൃതദേഹം. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് മൃതദേഹം കണ്ടത്. മൃതദേഹം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മേറ്റുമാർക്ക് ശില്പശാല സംഘടിപ്പിച്ചു. പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് N സാജിറ അധ്യക്ഷയായി. മുൻ പ്രസിഡന്റ് ഉമ്മർ കുന്നത്ത്, സ്ഥിരം സമിതി അധ്യക്ഷരായ അനസ് പൊമ്പ്ര, സമീറ സലീം, അംഗങ്ങളായ M മോഹനൻ, C രുക്മിണി, നിഷ രാമൻ, തൊഴിലുറപ്പ് പദ്ധതി അസിസ്റ്റന്റ് എഞ്ചിനീയർ അൻഷിഫ, സോഷ്യൽ ഓഡിറ്റ് ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ അജിത എന്നിവർ സംസാരിച്ചു. ഒറ്റപ്പാലം മീന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി നടന്ന പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ ഉണ്ടായി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പ്രസാദൂട്ട് നടന്നു. നിരവധി ഭക്തജനങ്ങൾ സന്നിഹിതരായി. കൗതുക കാഴ്ചയായി കുരുവിക്കൂട്ടം. ചെർപ്പളശ്ശേരി സെക്രട്ടറി പടിയിലാണ് 100ഓളം കുരുവികൾ കൂടൊരുക്കി പാർക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി അനസ് പകർത്തിയ ദൃശ്യങ്ങൾ കാണാമിനി. കുരുവികളുടെ ഒരു കൂടാരമാണ് ഇവിടം. ഒന്നും രണ്ടുമല്ല, 100ഓളം കുരുവികളാണ് ഒരു കരിമ്പനയിൽ കൂടൊരുക്കി പാർക്കുന്നത്. ചെർപ്പളശ്ശേരി സെക്രട്ടറി പടിയിലാണ് ഈ കൗതുക കാഴ്ച. നെൽവയലുകളോട് ചേർന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു കരിമ്പന, അതിൽ തൂങ്ങിയാടുന്ന 50ഓളം കുരുവിക്കൂടുകളും. ഇതുവഴി യാത്ര ചെയ്യുന്ന ആരും ഇവിടെ എത്തിയാൽ ഒന്ന് നോക്കി നിൽക്കും. പല വലുപ്പത്തിലുള്ള ഈ കൂടുകൾ കുരുവികളുടെ നല്ലൊരു കലാസൃഷ്ടി കൂടിയാണ്. ചിലതെല്ലാം കാറ്റത്ത് തകർന്നു വീണിട്ടുണ്ട്. പല വലുപ്പത്തിലുള്ള കുരുവിക്കുഞ്ഞുങ്ങൾ ഈ മരത്തിനു ചുറ്റും പാറിക്കളിക്കുന്നതും കാണാം.
ചിലർ പുതിയ കൂട് നിർമ്മിക്കുന്ന പണിത്തിരക്കിലുമാണ്. ഇളം കാറ്റിൽ ആടിക്കളിക്കുന്ന ഈ കുഞ്ഞു കൂടുകളും ആരുടെയും ശല്യമില്ലാതെ പാറിക്കളിക്കുന്ന കുരുവിക്കൂട്ടവും ഈ ഗ്രാമക്കാഴ്ചയെ കൂടുതൽ സുന്ദരമാക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആശിർ നന്ദയുടെ ആത്മഹത്യ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ബാലനീതി പ്രകാരമുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്താൻ പോലീസുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകുമെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ. കമ്മീഷൻ ആശിർ നന്ദയുടെ വീട്ടിലും സ്കൂളിലും എത്തി വിവരങ്ങൾ ആരാഞ്ഞു. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറത്തെ റോഡ് തകർച്ചയും ഗതാഗതക്കുരുക്കും റോഡ് പൂർണ്ണമായും അടച്ചിട്ട് ഇന്റർലോക്ക് പതിക്കുന്ന പ്രവൃത്തികൾ ഈ ഞായറാഴ്ച തുടങ്ങും. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ പ്രശ്നം ചർച്ച ചെയ്യാൻ യോഗം ചേർന്നു. ഇതുവഴിയുള്ള അനിശ്ചിതകാല ബസ് സമരം പിൻവലിച്ചതായി യൂണിയൻ നേതാക്കൾ. വാഹനാപകടങ്ങളിൽ നിരവധി പേർ മരിച്ച മണ്ണാർക്കാട് കരിമ്പ പനയമ്പാടം റോഡ് നിർമ്മാണത്തിലെ അപാകത VK ശ്രീകണ്ഠൻ MP മലപ്പുറത്ത് പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഡ്രൈനേജ് നിർമ്മിക്കണമെന്നും റോഡിലെ മിനുസം ഒഴിവാക്കുന്ന പ്രവൃത്തി ഉടൻ ആരംഭിക്കണമെന്നും MP. ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി പാതയുടെ തകർച്ച, സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. തകർച്ച പരിഹരിച്ചില്ലെങ്കിൽ ജൂലൈ 7 മുതൽ റൂട്ടിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് സംയുക്ത സംഘടനാ നേതാക്കൾ. കുമരംപുത്തൂർ പഞ്ചായത്തിന്റെ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നത് ഉദ്യോഗസ്ഥർ. പ്രസിഡന്റിന്റെ സഞ്ചാരം ഓട്ടോറിക്ഷയിൽ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി 3 ദിവസം മാത്രമേ വാഹനം ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് സെക്രട്ടറി. പെരിന്തൽമണ്ണ തേക്കിൻകോട് മൈതാനം നവീകരിക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ. മന്ത്രി മൈതാനം സന്ദർശിച്ചു. 1 കോടി രൂപ ചെലവിലാണ് മൈതാനം നവീകരിക്കുക. വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.